നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമയല്ലേ പപ്പിയുടെ അമ്മ? അല്ല, പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്. എല്ലാവർക്കും എന്നോട് ദേഷ്യമല്ലേ? അതല്ലേ എല്ലാരും എന്നോട് ഇങ്ങനെ? ഇങ്ങ് വന്നേ. അങ്ങനൊന്നും പറയല്ലേ. വിഷ്ണു അച്ഛൻ എപ്പോഴും എന്റെ പൊന്നോട് ദേഷ്യപ്പെട്ടെ? പറ. നീ വിഷ്ണു അച്ഛന്റെ മുത്തല്ലേ? വേണ്ട, എന്നെ ആരും സ്നേഹിക്കണ്ട, കൊഞ്ചിക്കാനും വരണ്ട. നിക്ക്, പിണങ്ങിപ്പോവല്ലേ? പിന്നെ വിഷ്ണു അച്ഛൻ ആരെ ഈ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാ? വിഷ്ണു അച്ഛൻ എന്നെ ഇഷ്ടമല്ലല്ലോ. ഇഷ്ടം ഉണ്ടായിരുന്നേ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടും വിഷ്ണു അച്ഛൻ വീണ്ടും കുടിച്ചില്ലേ? സത്യം ചെയ്യ. ഇല്ല മോളെ, വിഷ്ണു അച്ഛൻ ഇനി കുടിക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും. അന്ന് എന്നോട് വാക്ക് പറഞ്ഞല്ലേ കുടിക്കില്ലെന്ന്? അത് മോളെ, പിന്നെ മോളെ ഇനിതേ വാക്ക് പറഞ്ഞ വാക്ക് എന്റെ സത്യം. വേണ്ട, ഒരു വാക്കും വേണ്ട. ഇനി ഞാൻ വിഷ്ണു അച്ഛനായിട്ട് ഒരു കൂട്ടുമില്ല. അല്ലെങ്കിലും വിഷ്ണു അച്ഛൻ ഒരാളുടെ അടുത്ത് സ്നേഹമില്ല. എന്റെ അടുത്തും ഇല്ല, ചേച്ചിയമ്മ അടുത്തും ഇല്ല, ആരടുത്തും ഇല്ല. അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തലത്തൊട്ട് സത്യം ചെയ്തിട്ട് കുടിക്കാതിരുന്നേനെ. ചെയ്തില്ലല്ലോ, അപ്പൊ എന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ അല്ലേ? ആഹാ, ഇതാര്? ഇളമുറ തമ്പുരാനോ? എന്താണാവോ ഈ അടിയങ്ങളുടെ കുടിലേക്ക്? സുസ്മിതേ, എനിക്ക് ചില സത്യങ്ങൾ അറിയണം, അതിനാ ഞാൻ വന്നേ. എനിക്ക് അറിയാമായിരുന്നു നീ ഒരിക്കൽ ഇതും ചോദിച്ചു വരുന്നു. കാരണം ഒരാളെ ഒരുപാട് കാലമൊന്നും ചതിച്ചും വഞ്ചിച്ചും ആർക്കും മുന്നോട്ട് പോകാനാവില്ലല്ലോ. ആ ചതിയുടെ സത്യാവസ്ഥ അറിയാനാ ഞാനിപ്പോ വന്നേ. പപ്പിയെ കുറിച്ചുള്ള രഹസ്യം എന്താ? ഹോ, ഇപ്പോഴെങ്കിലും നിനക്കത് ചോദിക്കാൻ തോന്നിയല്ലോ. ദൈവത്തിന് സ്തുതി. രോഹിത്തെ, നിന്നെ എല്ലാവരും കൂടി നിന്റെ ഭാര്യ അടക്കം ചതിക്കായിരുന്നു. അവളുണ്ടല്ലോ നിന്റെ ഭാര്യ ശ്യാമ, പിന്നെ അവളുടെ ചേച്ചി ശാലിനി, പിന്നെ ഇവരുടെയൊക്കെ തലതൊട്ടമ്മച്ചി ശാരദാമ്മ, ഒക്കെ കള്ളികളാ. ഇല്ലെങ്കിൽ ഇത്രയും നാള് ഈ രഹസ്യം മനസ്സിൽ വെച്ചോണ്ട് നടക്കോ? പെണ്ണല്ലേ, രഹസ്യങ്ങൾ പരസ്യമാക്കാൻ ഇവരിൽ ഒരാൾ മതി എന്ന് പറയുന്നവർക്ക് അപമാന ഈ 3 പെണ്ണുങ്ങളും. തല പോവെന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളറിയാൻ സാക്ഷാൽ ബ്രഹ്മദേവന് പോലും പറ്റില്ല. എനിക്കറിയേണ്ട ഇതാ, പപ്പി എന്റെ മോളാണോ? അവളെ പ്രസവിച്ചത് ശ്യാമയല്ലേ? പറയ സുസ്മിതേ, നിനക്കറിയാൻ സത്യങ്ങളെല്ലാം പറയ. ശ്യാമയല്ലേ പപ്പിയുടെ അമ്മ? അല്ല, പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികളുണ്ടാവില്ല. പിന്നെങ്ങനെയാ അവള് പപ്പിയെ പ്രസവിക്കുന്നത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ നീ ആ ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിക്ക്. അവര് പറയും സത്യങ്ങളല്ല. ശാലിനി, ശ്യാമ, ശാരദ, പിന്നെ ഡോക്ടർ, ഇവരിൽ ഇതുവരെ ഒതുങ്ങി ആ രഹസ്യം. ഇനിയുണ്ട് ചതിയുടെ വേറൊരു കഥ. രോഹിത്തെ, നിന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച് സത്യഭാമ കൂടെ നിർത്തിയിരിക്കുന്നു.
ആ വീട്ടിൽ വിഷ്ണു കഴിഞ്ഞാൽ നിനക്കും ഒരു സ്ഥാനമുണ്ട്. ഒരുപക്ഷെ വിഷ്ണുവിനേക്കാൾ. എന്തിന്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലുണ്ട് നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ അറിയാത്ത കഥ. അതെന്റെ പൊന്നുമോൻ അറിയണ്ടേ? അമ്മയും തീർത്തതായിരിക്കും സത്യഭാമ. എല്ലാം സത്യഭാമയുടെ അറിവോടുകൂടി തന്നെയാ നടന്നിട്ടുള്ളത്. അതിന് പ്രായശ്ചിത്തെന്ന പേരിലാ നിന്നെ ഏറ്റെടുത്തത്. രോഹിത്തെ, കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയുന്നത് പോലെ നിന്നെ അവരിപ്പോ ശരിക്കും തിന്നോണ്ടിരിക്കുക. എല്ലാത്തിനും ഞാൻ തീർക്കും. എന്നോട് കാണിച്ച നെറുകേടിന് എണ്ണി എണ്ണി പ്രതികാരം ചെയ്യണം. ഞങ്ങള് സാധാരണ കൂട്ടത്തിൽ കൂട്ടുന്നത് നല്ല ചൊണയുള്ള ആമ്പിളേരെയാ. അടിക്കാൻ പറഞ്ഞാ അടിക്കണം. പിന്നെ കൊല്ലാൻ പറഞ്ഞ കൊല്ലണം. എന്താ പറ്റോ നിനക്ക്? പറ്റും. എങ്കിൽ ആദ്യം വേണ്ടത് സത്യഭാമ എന്ന വൻമരത്തിന്റെ ചില്ലകൾ അറുക്കുക എന്നുള്ളതാ. ഓരോ ശാഖകളും അറുത്തറുത്ത് അവരെ ഒറ്റാന്തടിയാക്കണം. അതിന് സമൂഹത്തിന് മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തണം. അവരുടെ മാന്യത ഇല്ലാതാക്കണം. എന്താ പറ്റോ നിനക്ക്? പറ്റുമെങ്കിൽ നമുക്കൊന്നിച്ച് നിൽക്കാം. നീ നിന്ന് തന്നാ മാത്രം മതി. സമ്മതം. എന്നെ മണ്ടനാക്കിയവർക്ക് മുന്നിൽ എനിക്കെന്റെ കഴിവ് തെളിയിക്കണം. അതിനെന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. കൊള്ളണ മോനെ, ശൗര്യം കുറച്ച് കൂടിയിട്ടുണ്ട് നിനക്ക്. ഇനി ഞങ്ങളുടെ കുറച്ച് ട്രെയിനിങ് കൂടെ കിട്ടി കഴിയുമ്പോ നീ തന്നെ പറയും ഈ കൈകളിൽ കുറച്ച് രക്തക്കറ കൂടി പതിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.